നമസ്കാരം. വോട്ടർ അധികാർ യാത്രയ്ക്കും വോട്ട് ചോരി ആരോപണങ്ങൾക്കും ശേഷം നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ആർക്കൊപ്പം? 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ എക്സാക്ട് പോളുകളാകുമോ എന്നുള്ളത് ഇന്നറിയാം. 46 കേന്ദ്രങ്ങളിലായി 8 മണിയോടെ ആരംഭിക്കുന്ന ആ വോട്ടെണ്ണൽ ആർക്കൊപ്പമായിരിക്കും, ആർക്കനുകൂലമായിരിക്കും? ഇന്ന് കൃത്യമായി ഒരു ഉത്തരമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകതയും ബീഹാറിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു. അതോടൊപ്പം ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പുരോഗമനങ്ങൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പോയ ദിവസം കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്നുള്ള മറ്റ് നടപടികൾ ഇന്ന് കേരളത്തിൽ നടക്കും. ഒപ്പം നിരവധി ദേശീയ വാർത്തകളും അന്താരാഷ്ട്ര വാർത്തകളും കാത്തിരിക്കുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബീഹാറിൽ ഭരണം ആർക്കെന്ന് ഇന്നറിയാം. 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണുന്നത് 46 കേന്ദ്രങ്ങളിൽ. എക്സിറ്റ് പോൾ സർവേ ഫലത്തിൽ വിശ്വാസമർപ്പിച്ച NDA. ബീഹാറിലേത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജനവിധി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR ബുദ്ധിമുട്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ ഹർജിയെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും. വിധി പറയുന്നത് ജസ്റ്റിസ് VG അരുൺ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും. കൂടുതൽ സമയം നീട്ടി നൽകിയേക്കില്ല. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെയും അറസ്റ്റ് ചെയ്തേക്കും. ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിന്റെ കസ്റ്റഡി അപേക്ഷയും വൈകാതെ നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ. സ്ഥാനാർത്ഥികൾക്ക് ഈ മാസം 21 വരെ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24-ന്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നടന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് NIA. ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് സ്വിറ്റ്സർലൻഡ് ആപ്പായ ത്രീമ. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന പ്രതികൾ പാകിസ്ഥാൻ സന്ദർശിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി NIA. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ. പരമ്പരയിലുള്ളത് 2 ടെസ്റ്റുകൾ. രണ്ടാം ടെസ്റ്റ് നവംബർ 22-ന്.